So, welcome back to the next wonderful session. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ ടോപ്പിക് ആദ്യം എന്താ പറയുക ടോപ്പിക്ക് ആദ്യം ഈ ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് ഇതിന്റെ തിയറി ഫൗണ്ട് നല്ല ബേസിക് ആയിട്ട് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കേൾക്കുക ഈ വീഡിയോ. ഇനി ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് എടുത്തു തീർക്കാം. കാരണം ഇനിയും നിറയെ നമുക്ക് എടുത്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രെയിൻഡ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം. ഇപ്പൊ ഞാൻ ബെസ്റ്റ് ഇത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരൊറ്റ ബെസ്റ്റ് എക്സാം ആണ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻസൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂം, അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ സെഷൻ നടത്തണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ആ ടെക്നിക്കൽ സെഷൻ നടന്നെങ്കിൽ 3 ദിവസം ഉണ്ടാവുമല്ലോ. ആ 3 ദിവസം നടത്തണമെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു ഗസ്റ്റ് നമ്മൾ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഗസ്റ്റ് പറയുന്ന അല്ല 3 ദിവസത്തിൽ ആ ഒരു ഗസ്റ്റ് നമ്മൾ അസൈൻ ചെയ്യും അല്ലെ. ആ ഗസ്റ്റ് പറയും എനിക്ക് 3rd ഡേ പറയുള്ളൂ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് 3rd ഡേയിൽ എപ്പോഴാണ് നടത്തേണ്ടത്, ഏത് ടൈം നടത്താം, അതിനുമുമ്പ് പരിപാടി നടത്താം. ആ 3rd ഡേയിൽ എന്താണ് പ്രോഗ്രാം നടത്തേണ്ടത്. ഫസ്റ്റ് ഡേയിൽ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളുടെ ടെക്നിക്കൽ സെഷൻ ആദ്യം തന്നെ നിങ്ങൾ ഫാഷൻ ഷോ നടത്തുകയില്ല. ആദ്യം തന്നെ ഇനോഗ്രേഷൻ ശേഷം ആദ്യം തന്നെ ഫാഷൻ ഷോ, പിന്നെ ടാലന്റ് ഷോ, അങ്ങനെ എന്താ പറയാ കുറെ നല്ല രസമുള്ള പരിപാടി രാവിലെ തന്നെ നടത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ കുറവായിരിക്കുമല്ലോ. അപ്പൊ നമ്മള് ഓരോ ഈവൻസ് ഉണ്ടാവും, കളക്ഷൻസ് ഓഫ് ഈവൻസ് ഉണ്ടാവും. അതിൽ ഏതൊക്കെ ഹോളുകളാണ് അവൈലബിൾ. അപ്പൊ നിങ്ങളിപ്പോ ഇൻസൈറ്റ് നടത്തിയല്ലോ. അപ്പൊ ഈ ഇൻസൈറ്റ് നടത്തിയപ്പോ ഇപ്പോ മെക്കട്രോണിക്സിന് റോബോട്ട് ഉണ്ടാവും, നിങ്ങളും റോബോട്ടിന്റെ ഒരു ഈവൻസ് ഉണ്ടാവും. അപ്പൊ അവര് ഒരു ഹോളായിരിക്കും. നമുക്കറിയാം കമ്പ്യൂട്ടർ ലാബ് ആകുമ്പോൾ ഒരു ലാബ്, ആ ഒരു ലാബാണ് അവർ പെർട്ടിക്കുലർ ഡേ ഫിക്സ് ചെയ്യുക. നമ്മൾ അതേ ഡേയില് അതേ ടൈമില് നമ്മൾ അതേ ഹോൾ വേണമെന്ന് നടക്കുമോ? ഹീസ് ഓൾറെഡി ബുക്ക്ഡ്, ദാറ്റ് ഡിപ്പർ ഈസ് ഓൾറെഡി ബുക്ക്ഡ്. സോ നമുക്ക് അതിന് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കൺസ്ട്രെയിൻഡ്, അതായത് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം എന്താണ് എല്ലാവരും സാറ്റിസ്ഫൈ ആവണം. മെക്കട്രോണിക്സ് എന്താണ് നിങ്ങളുടെ മറ്റു ഡിപ്പാർട്ട്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യണം. ഞങ്ങൾക്ക് ഞാനിപ്പോ വേറൊരു എക്സാം ടൈം ടേബിൾ. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സിന് ഇപ്പൊ എനിക്ക് ടൈം ടേബിൾ ഇല്ല. ഞാനൊരു 3 ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോൾ ഒരു പീരീഡ് 10:30 നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോ ആ സമയത്ത് ടൈം ടേബിൾ നോക്കുമ്പോൾ സാറ് നിങ്ങൾക്ക് S2 ഉണ്ടല്ലോ. അതിങ്ങനെ ഞാൻ നിങ്ങൾക്കാണ് പീരീഡ് വന്നിരിക്കുന്നത്. അപ്പൊ അതേ സമയം തന്നെ എനിക്ക് S2 ക്ലാസ് കഴിഞ്ഞാൽ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ്. അപ്പോ എങ്ങനെയാണ് വീണ്ടും അതിനെന്ത് ചെയ്യണം, ടൈം ടേബിൾ ചേഞ്ച് ചെയ്യണം. ബാക്കി എല്ലാ എന്താ പറയാ എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആ S2 മറ്റേ എടുക്കുന്ന ടീച്ചേഴ്സിന് എന്താവും, അഫക്റ്റ് ആവും അല്ലെ. ഇറ്റ് വിൽ അഫക്ട് അതർ ടീച്ചേഴ്സ് ഓൾസോ. എന്റെ ടൈം ടേബിൾ മാറുമ്പോൾ എന്താവും, എല്ലാ ടൈം ടേബിൾ മാറല്ലോ. അപ്പൊ എല്ലാവരുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവർക്കും എന്ത് ചെയ്യാം, കൺസ്ട്രെയിൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് എന്ത് ഈ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഈച്ച് വേരിയബിൾ, ഓരോ ഈവന്റും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ദാറ്റ് സാറ്റിസ്ഫൈ ഓൾ ദ കൺസ്ട്രെയിൻസ് ഓൺ ദ വേരിയബിൾ. ആ വേരിയബിൾ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിൾ അസൈൻ ചെയ്യാം. ഇപ്പൊ എനിക്ക് ഒരു ഈവന്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഫാഷൻ ഷോ ആണെന്ന് പറയാം. അപ്പൊ അതിനനുസരിച്ച് കോസ്റ്റ്യൂംസ്, അതിനനുസരിച്ചുള്ള സ്റ്റേജ് നമ്മൾ പറയുന്നത്. ഇപ്പൊ എനിക്ക് പെൻസിൽ ഡ്രോയിങ് ആണ്. പെൻസിൽ ഡ്രോയിങ് നമുക്കൊരു വാല്യൂ ഉണ്ടല്ലോ. ഇതിപ്പോ എവിടെ പോയി, ക്ലാസ് റൂമിൽ വേണിരിക്കാം, വേണമെങ്കിൽ ഡ്രോയിങ് ഹാളിൽ പോയിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാബിൽ വേണിരിക്കാം. പക്ഷെ കമ്പ്യൂട്ടർ ലാബ് പോയി എന്ത് ചെയ്യും, ആ സമയത്ത് വേറെ ഏതെങ്കിലും ഇവന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അവർക്കാണെങ്കിൽ ആ ഇവന്റ് ഓൺലി ഡിപെൻഡ്സ് ഓൺ ദി കമ്പ്യൂട്ടർ ലാബ് അല്ലെ. പെൻസിൽ ഡ്രോയിങ് എന്താണ്, എവിടെ വേണമെങ്കിൽ ഇരിക്കാം, വേണമെങ്കിൽ ഹാളിൽ ഇരിക്കാം, വേണമെങ്കിൽ വരാന്തിൽ പോയി ഇരിക്കാം അല്ലെ. അപ്പൊ അതാണ് ആ ഓരോ വേരിയബിളും ഓരോ വാല്യൂ ഉണ്ട്. അത് എല്ലാ കണ്ടീഷൻസും വേരിയബിൾ പറഞ്ഞിട്ട് എനിക്ക് ഇത് വേണം, എനിക്ക് അന്ന് വേണം, അതൊക്കെ നമ്മൾ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. മനസ്സിലായി. പെൻസിൽ ഡ്രോയിങ് അപ്പൊ ഒരു അതാണ് വാല്യൂവിന് എന്താണ് ആ ഈവന്റിന്റെ വാല്യൂ ഞാൻ ഇപ്പൊ ഒരു പെൻസിൽ ഡ്രോയിങ്ങിന്റെ ഒരു കോമ്പറ്റീറ്റർ ആണ്. അതായത് ഞാൻ ഈവന്റ്സ് പങ്കെടുക്കുന്ന ഒരു എന്താ പറയാ കോമ്പറ്റീറ്റർ ഒരു വ്യക്തിയാണ്, പാർട്ടിസിപ്പന്റ് പറയാം. ആ പാർട്ടിസിപ്പന്റിന് എല്ലാ കൺസ്ട്രെയിൻ ആ വേര് പറഞ്ഞു അല്ല, എനിക്ക് പെൻസിൽ ഡ്രോയിങ് ഉണ്ട്. അത് പറഞ്ഞു എന്നോട് പെൻസിൽ ഇതൊക്കെ കൊണ്ടുപോയാൽ പറഞ്ഞു. എനിക്ക് പേപ്പർ കിട്ടിയില്ലെങ്കിൽ ഞാൻ പേപ്പർ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പൊ അതിനായി കൊണ്ടുവരണം. പിന്നെ എനിക്ക് ഇങ്ങനെ താഴ്ത്തിന്ന് എനിക്ക് വേണമെങ്കിൽ നേരത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്താണ് പറഞ്ഞ കൺസ്ട്രെയിൻ ആവും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഇപ്പൊ ഞാനൊരു എന്താ പറയാ മ്യൂസിക് ഷോ നടത്തുക, അല്ലെങ്കിൽ എന്താ പറയാ ഇൻസ്ട്രുമെന്റ് ഫ്യൂഷൻ നടത്തുക.
അപ്പൊ ഇൻസ്ട്രുമെന്റ് ഡിഫ്യൂഷൻ വരുന്നത് ഒരു ചെയറൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിന് ആവശ്യമില്ല, എനിക്ക് നിന്നിട്ട് അങ്ങോട്ട് പോകണം. പിന്നെ കീബോർഡ് വായിക്കുന്നവര് അവർക്ക് ചെയർ കൊടുത്തിരിക്കും ചെയ്യും. അപ്പൊ അതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതൊരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ആണ്. ആ കൺസ്ട്രെയിൻസ് അവര് സാറ്റിസ്ഫൈഡ്. കീബോർഡ് കൊണ്ട് അത് നമുക്ക് നിന്നിട്ട് എത്ര നേരം, ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ ശരി, 4 മണിക്കൂർ പരിപാടിക്കാണെങ്കിലോ. ഇനി പാട്ടുകാരനാണെങ്കിലും ഒരു സിംഗർ ആണെങ്കിലും സിംഗറിന് എന്താ പറയാ, മൈക്ക് നമ്മൾ കൊടുക്കുന്നില്ല, പിന്നെന്താ ചെയ്യാ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുക്കുന്നില്ല, അല്ലേ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കഴിഞ്ഞാൽ എന്താ പറയാ, മറ്റേ ഫീഷ അതൊക്കെ അവർ കൊണ്ടുവരുന്നതാണ്. ഇനി മൈക്ക് ശരിയാവില്ല, മൈക്ക് വർക്കൗട്ട് ആവുന്നില്ല, മൈക്ക് എക്കോ അടിക്കുന്നു, അപ്പൊ എന്താണ്, ഒക്കെ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ്. അപ്പൊ അതാണ് പറയുന്നത് CSP. അപ്പൊ ഡിഫൈൻ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ. ഇനി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലംസിനെ ഡിഫൈൻ ചെയ്യേണ്ടി നമ്മൾ പറയില്ല. ഇപ്പൊ ഞാനൊരു പരീക്ഷ എഴുതണമെങ്കിൽ എനിക്ക് എന്തൊക്കെ വേണം, അല്ലെ? എന്തൊക്കെ വേണം? ഞാനൊരു എക്സാം എഴുതണമെങ്കിൽ എനിക്കൊരു പെൻ വേണം, എനിക്കൊരു പെൻസിൽ വേണം, കാൽക്കുലേറ്റർ കൊണ്ടുവരണം, ആൻസർ ഷീറ്റ് അവർ കൊണ്ടുവരും. ബാക്കി എന്ത് ചെയ്യണം? എനിക്ക് അതിനുള്ള സൗകര്യം വേണം. ഞാൻ പറയും, സാറേ നിങ്ങൾക്ക് ഇന്ന് ഹോളില്ല, അല്ലെങ്കിൽ സ്റ്റുഡന്റ് എക്സാം എഴുതണമെങ്കിൽ ഹോൾ വേണ്ടേ? ഹോളൊന്നും നമ്മൾ അലോക്കേറ്റ് ചെയ്യും, ഇറ്റ് വിൽ നോട്ട് വർക്ക്. സോ സെറ്റ് ഓഫ് വേരിയബിൾസ് എന്താണ്, നമ്മളൊരു ഈവന്റ്, നമ്മളൊരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ കോമ്പറ്റീഷൻ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് all the events which are going to conduct on these 3 days, അല്ലെ? അത് മാത്രമല്ല, ആ 3 ദിവസത്തില് ആദ്യത്തെ ദിവസം എന്താ പറയാ, സോളോ ഡാൻസ് ആണോ, അല്ലെങ്കിൽ സോളോ സോങ് ആണോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് ആണോ, ഗ്രൂപ്പ് ഡാൻസ് ആണോ, പിന്നെന്താ മിമിക്രി ആണോ, മറ്റേ മൈമാണോ, ഇതൊക്കെ ഇത്രയും ഇവന്റ്സ് ഉണ്ടാവുമല്ലോ. അത് ഏതൊക്കെ ദിവസം, ഏതൊക്കെ സമയത്ത്, ഏതൊക്കെ അലോട്ട് ചെയ്യുന്നതാണ് എന്ത്, ഏതൊക്കെ ഈവന്റ്സ് ആണ് എന്ത്, ഈ വേരിയൻസ്. ഡൊമൈൻസ് എന്താണ്, ഇപ്പോ മൈം ഇന്ന ടൈമില് ഈ സ്റ്റേജ് നടത്തുന്നു. പിന്നെ നിങ്ങൾ ചില മറ്റേ +2 കലോത്സവമില്ലേ, നമ്മൾ കേരള സർക്കാരിന്റെ കലോത്സവമില്ലേ, അത് പറയും, ഈ ഈവന്റ് സ്റ്റേജ് 1 നടക്കുന്നതായിരിക്കും, മോഹിനിയാട്ടം അല്പസമയത്തുള്ളിൽ സ്റ്റേജ് 2 ആരംഭിക്കുന്നതായിരിക്കും. അപ്പൊ ആ സമയത്തായിരിക്കും നമുക്ക് നാടകം അല്ലെ ഡ്രാമ, അല്ലെങ്കിൽ എന്താ പറയാ, ഡ്രാമ അടുത്ത വേറെ സ്റ്റേജ്, എല്ലാം പ്ലാൻ ചെയ്ത് നടക്കുമല്ലോ. അപ്പൊ അതാണ് എന്ത്, ഡൊമൈൻസ്. സി പറഞ്ഞ ദ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ദാറ്റ് സ്പെസിഫൈ അലോവബിൾ കോമ്പിനേഷൻസ് ഓഫ് വാല്യൂസ്. അപ്പൊ ആ പറഞ്ഞ കൺസ്ട്രെയിൻസ്, ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, ഇപ്പോ നമ്മളിപ്പോ ക്രിക്കറ്റ് കളിക്കാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോ ICCയുടെ എന്താ പറയാ, ICCയുടെ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്, ഒരു ഇത്രയും കൺട്രീസ് കളിക്കുന്നുണ്ടാവുമല്ലോ, നമുക്കറിയില്ല. വെസ്റ്റ് ഇൻഡീസിന് അതേ യൂണിഫോം ഇന്ത്യക്ക് ഇടുകയാണെങ്കിൽ അതേ യൂണിഫോം, അതേ കളറ്, അല്ലെങ്കിൽ അതേ ചിഹ്നം, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു കളറ്, ശരിക്കും കഴിഞ്ഞപ്പോ നമ്മൾ ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും നോക്കണമെങ്കിലും അതിന്റെ ഇത്തിരി ഡിഫറൻസ് ഉണ്ട്, അല്ലെ? അപ്പോ അതാണ് കൺസ്ട്രെയിൻസ്. ഇന്ത്യക്ക് പണ്ട് തൊട്ട് എന്താണ്, ബ്ലൂ കളറാണ്. ഓസ്ട്രേലിയക്കാണെങ്കിൽ എന്ത് ചെയ്യാ, ഇടയ്ക്ക് എന്താ പറയാ, ഇടയ്ക്ക് ബ്ലൂ കളറിന്, ഇടയ്ക്ക് പച്ച കളർ, നമ്മൾ അല്ല ഇടയ്ക്ക് എല്ലാ കളറിന് മഞ്ഞപ്പടയാന്ന് നമ്മൾ പറയാ. ചില സമയത്ത് പച്ച കളർ അവർ ഉപയോഗിക്കുന്നുണ്ട്, നമുക്കറിയില്ല. സൗത്ത് ആഫ്രിക്ക എപ്പോഴും നമ്മൾ കണ്ടിട്ട് അത് പച്ച കളറാണ് അവർ ഉപയോഗിക്കുക, അല്ലെ? അതേപോലെയാണ് അതിന്റെ കൺസ്ട്രെയിൻസ്. അപ്പൊ ഓരോ ഡൊമൈൻ, അതായത് ഓരോ ഹോളും എ സെറ്റ് ഓഫ് വാല്യൂസ്, അല്ലെ? നമ്മളിപ്പോ സ്റ്റേജ് 2 നമ്മൾ പറയില്ലേ, ഇപ്പൊ നിങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് പറയില്ലേ, ഇന്നെന്ന പരിപാടികൾ ഇന്നെന്ന സ്റ്റേജ് 1 ഉണ്ടാവും, ഇന്നെന്ന പരിപാടി സെയിം ടൈമിൽ സ്റ്റേജ് 2 പാരലി അവിടെ നടക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ്, ഓരോ ഡൊമൈനിലും എ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും, ഓരോ ആൾക്കാരുണ്ടാവും ഫോർ വേരിയബിൾ എക്സ്. മനസ്സിലായ? ഇപ്പോ നമ്മുടെ എന്താ പറയാ, മറ്റേ എന്താ പറയാ, പാട്രിയോട്ടിക് സോങ്, ദേശഭക്തി ഗാനം, അല്ലെ? ദേശഭക്തി ഗാനം ഒരു സ്റ്റേജ് നടക്കും. അപ്പൊ അതിനു വേണ്ടി 9 to 10 എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഈവന്റ് മാത്രമാണ്, അതാണ് ഫോർ വേരിയബിൾ എക്സ്. സെറ്റ് ഓഫ് വാല്യൂബിൾ, ഇപ്പോ നമ്മള് ചെസ് നമ്പർ 101 ഓൺ ദ സ്റ്റേജ് 9 to 10 ചെസ് നമ്പർ എന്ന് പറഞ്ഞു നമ്മൾ നോക്കി, അതൊരു പാർട്ടിസിപ്പന്റ് ആണ്. ആ സ്റ്റേജ് 1 ഏത് ഈവന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, പാട്രിയോട്ടിക് ദേശഭക്തി ഗാനമാണ്. അതാണ് ഓരോ ഡൊമൈൻ, ഓരോ ഹാളിലും. ഇപ്പൊ നമ്മൾ ഇൻസൈറ്റ് നോക്കണെങ്കിൽ, ഇപ്പോ മോട്ടോ എക്സ്പോ ഷോ നമുക്കറിയാം, അത് ഗ്രൗണ്ടിലാണ് നടക്കുക. അപ്പൊ അല്ലാണ്ട് ഗ്രൗണ്ട് ആ സമയത്ത് വേറെ ആരെയും കീഴടക്കില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് മോട്ടോ എക്സ്പോ നടത്താൻ പറ്റില്ല. അതാണ് പറയുന്നത്, ഓരോ കൺസ്ട്രെയിൻസും ഒരു പെയർ ഉണ്ടാവും.
ഓരോ കൺസ്ട്രെയിൻസ്, അതായത് ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള പെയർ പറഞ്ഞാൽ കൺസ്ട്രെയിൻസ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി, പക്ഷെ ഇയാൾ പറഞ്ഞു ഇപ്പൊ ഞാനും ഇയാളെ നെയ്ബേഴ്സ് ആണ് പറഞ്ഞത് അല്ലെ. ഇന്ത്യയും ശ്രീലങ്കയും നെയ്ബേഴ്സ് ആണ് ചോദിക്കുക. അപ്പൊ ഇന്ത്യയും ഞാൻ നീലയിടാം, നീ നീലയിടാം, ഓക്കെ നിങ്ങൾ നീല ഇട്ടോണേ, ഞാൻ നീല ഇട്ടു, പക്ഷെ ഞങ്ങൾ അതേ കളറിനെ അതേ ഇപ്പൊ ബ്രൈറ്റ് കളറിനെ നിങ്ങൾ ഇടണം പറയുന്നില്ല. കുറച്ച് വ്യത്യാസം ഉണ്ടാവല്ലോ. ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ യൂണിഫോം ഇടുകയാണെങ്കിൽ നിങ്ങളെ എസ് ആൻഡ് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ അതേ യൂണിഫോമാണ്. പക്ഷെ അതേ യൂണിഫോം ഇന്ത്യക്കാരും ശ്രീലങ്കയുടെയും ക്രിക്കറ്റിൽ ഇടുമ്പോ ഇതിപ്പോ ഏതാ ഇന്ത്യ ഏതാ ശ്രീലങ്ക പറയും. ഇപ്പൊ നമ്മൾ മാച്ച് കളിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്ക കളിക്കുന്നില്ല, ഇതിലെ ഇന്ത്യയും ശ്രീലങ്ക ഏതാണെന്ന് അറിയാൻ പറ്റുമോ? അപ്പൊ അതിനാണ് ഈ റിലേഷൻ. ആ ഓരോ കൺസ്ട്രെയിനിലും പേരുണ്ടാവും. ആ പേരിന്റെ ഒന്ന് പേരാണ്, ഒന്ന് സ്കോപ്പും ഒന്ന് ആറിയൽ. സ്കോപ്പ് ഞാൻ ടപ്പിൾ ഓഫ് വേരിയബിൾസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കൺസ്ട്രെയിൻ. അതായത് ആ എന്താ പറയാ ആ കൺസ്ട്രെയിൻ, അതായത് ആ പെർട്ടിക്കുലർ റൂൾസ് അല്ലെ, ആ പെർട്ടിക്കുലർ റൂൾസിൽ ഏതൊക്കെ ഈവൻസ് വരാം. സ്കോപ്പ് ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് ഇപ്പോ ദേശഭക്തി ഗാനം നമുക്കറിയാം അല്ലെ, അല്ലെങ്കിൽ സോളോ സോങ് പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് അല്ലെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് ഗ്രൂപ്പ് ഡാൻസ്. എങ്ങനെയായാലും അത് പറയും, റൂൾ പറയും, ഗ്രൂപ്പ് സോങ്ങിന് ഇത്ര പേരെ പാടുള്ളൂ അല്ലെ, ഗ്രൂപ്പ് ഡാൻസിന് ഇത്ര പേരെ പാടുള്ളൂ, ഇത്ര മിനിറ്റിനുള്ളിൽ തീർക്കണം, ഇത്ര പിന്നെന്താണ് അതില് ഈ സോങ് പാടില്ല, മറ്റേ എന്താ പറയുക സിനിമ സോങ് പാടില്ല, ഫാസ്റ്റ് സോങ് പാടില്ല, അങ്ങനത്തെ കുറെ റൂൾസ് ഇല്ലേ. അപ്പൊ അതൊക്കെയാണ് എന്ത് ഈ സ്കോപ്പ്. ടപ്പിൾ ഓഫ് വേരിയബിൾസ്. REL is a relation that defines the values that those variables can take on. അപ്പൊ റിലേഷൻ. ഇപ്പൊ ഞാൻ എന്നൊരു പാർട്ടിസിപ്പന്റ് രാവിഷ് സാറിൽ ഇപ്പൊ ആ സ്റ്റേജ് 1 ഉണ്ടായത്, അടുത്ത 11 to 12 സ്റ്റേജ് 2 ഉണ്ടാകും. അപ്പൊ ഞാൻ സ്റ്റേജ് 1 കൊണ്ട് പാടാൻ പോയി. സ്റ്റേജ് 2 അടുത്ത കോമ്പറ്റീഷൻ പറയുന്നത് ഡ്രാമയാണ്. അപ്പൊ എന്താണ് എനിക്ക് ഈ സ്റ്റേജ് 1 സ്റ്റേജ് 2 എനിക്കൊരു ഞാൻ ഈ രണ്ട് ഈവന്റ് ആയിട്ടും എനിക്കൊരു റിലേഷൻ. മനസ്സിലായി? ആ ഒരു വേരിയബിൾസിന് എന്തൊക്കെ വാല്യൂസ് ആണ് തമ്മിലുള്ള റിലേഷൻ. റിലേഷൻ എന്താ അറിയാലോ, നമുക്കറിയാലോ റിലേഷൻഷിപ്പ്. അത് എപ്പോഴും എന്തായിരിക്കും, മിനിമം 2 പേരായിരിക്കും. ഓക്കെ, റിലേഷൻ ക്യാൻ ബി, ഇപ്പൊ അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാം. റിലേഷൻ റെപ്രസെന്റ് എക്സ്പ്ലിസിറ്റ് ലിസ്റ്റ് ഓഫ് ഓൾ ടപ്പിൾസ് ഓഫ് എ വാല്യൂ ദാറ്റ് സാറ്റിസ്ഫൈ ദ കൺസ്ട്രെയിന്റ്. അതായത് ഇതിലിപ്പോ റിലേഷൻ നമ്മളിപ്പോ മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റിലേഷൻ ARB, മറ്റേ 3 ടൈപ്പ് നിങ്ങൾ ചില പഠിപ്പിച്ചുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ട്രാൻസിറ്റീവ് റിലേഷൻ, റിഫ്ലെക്സീവ് റിലേഷൻ, പിന്നെന്താണ് ഒന്നുകൂടി ഉണ്ടല്ലോ, സിമെട്രി റിലേഷൻ അല്ലെ. AB ആണെങ്കിൽ BA ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടേ. അപ്പൊ അതുപോലെയാണ് ഒരു റിലേഷൻ. ആ റിലേഷൻ ഇപ്പൊ ഞാന് നീലിടുകയാണെങ്കിൽ ശ്രീലങ്കയില് വേറെ ഏതെങ്കിലും നീലിടണം അല്ലെ. ഇപ്പൊ ഞാന് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമുക്ക് കേരളം അല്ലെ, ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ ISL ഫുട്ബോളിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം മഞ്ഞപ്പട അല്ലെ. പക്ഷെ ചെന്നൈ ഇല്ലേ, തമിഴ്നാട്ടിലെ ഒരു ISL ടീം, അപ്പൊ അവർക്ക് വേറെ ഒരു പർട്ടിക്കുലർ യൂണിഫോം ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ കേരള സ്ട്രൈക്കേഴ്സിനെ നമ്മൾ നോക്കണമെങ്കിൽ എല്ലാ സമയത്തും അവർ മഞ്ഞപ്പടി ഉണ്ടാവും, മഞ്ഞ കളറായിരിക്കില്ല, ചില സമയത്ത് വേറെ കളറായിരിക്കും. പക്ഷെ വേറെ കളർ ഉപയോഗിക്കുമ്പോൾ അതേ കളർ ഒപ്പം ടീം ഇടുവോ, ഇല്ല. അത് വേർതിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പൊ അതേപോലെയാണ് ഇവിടെ റിലേഷൻഷിപ്പ് റിലേഷൻ. അപ്പൊ ടെസ്റ്റിംഗ്, ഈ ടൂപ്പിൾ ഈസ് എ മെമ്പർ ഓഫ് ദ റിലേഷൻ. അതായത് ഇയാള് ഇപ്പൊ ഞാനൊരു ഒരു എന്താ പറയാ സ്റ്റേജ് 1 ഉണ്ട്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. എന്താ സാർ, ഇത് സോളോ സോങ്ങിന്റെ ആണല്ലോ സാർ, പാടുന്നുണ്ടോ ചോദിച്ചു. അതെ, കാരണം ലിസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യണം. ഐ ആം മെമ്പർ ഓഫ് ദിസ് റിലേഷൻ. മനസ്സിലായോ? അതാണ്. പിന്നെ എനിമറേറ്റിംഗ് മെമ്പേഴ്സ്. ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് ഇപ്പൊ X1 X2 ഇപ്പൊ 2 ഈവൻസ് ഉണ്ട്. ഓക്കെ, 2 ഈവൻസ് ഉണ്ട്. അപ്പൊ X1 ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ ഇത്, ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഇത് റിലേഷൻ എടുക്കാം. X1 X2 ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് എന്താ പറയാ ടെക്. ഇപ്പൊ ടെക്നിക്കൽ എക്സെപ്ഷൻ എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഒരു റോബോട്ട് ലാബ് ഉണ്ടാവും, വേറെ ഗെയിമിംഗ് ലാബ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ മറ്റ് കമ്പ്യൂട്ടർ ലാബില് ഇപ്പൊ X1 ഒരു കമ്പ്യൂട്ടർ ലാബ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ആ ഒരു റോബോട്ടിന്റെ ഒരു എന്താ പറയാ ഈവന്റ് അത് ഒരു പെർട്ടിക്കുലർ ലാബ് ആണെങ്കിൽ അതേ ലാബില് മറ്റേ എക്സ്പെരിമെന്റ് കൊടുക്കുമോ, മറ്റേ ഈവന്റ് നടത്തുമോ? ഇല്ല.
ഒന്നിനെ x1 എയിൽ നടത്തണം, x2 ബി നടത്തണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, x1 ബിയിലേക്ക് കൊടുക്കുക, x2 എയിൽ കൊടുക്കുക. ഇതല്ലാതെ വേറെ ഒന്നും നടക്കുമോ? ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഇതാണ് റിലേഷൻ. അതാ പറയുന്നത് x1 നോട്ട് ഈക്വൽ ടു x2. ഒരേ ഇവന്റ് നമുക്കറിയില്ല. ഇപ്പോ എന്താ പറയാ, റോബോട്ടിന്റെ ഈവന്റ് തന്നെ എന്താണ് വേറെ പേരുണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്നത് മറ്റേ ഹാക്കത്തൺ അല്ലെ, കോഡിനൊക്കെ സെയിം ലാബാണ്. നമ്മൾ അതേ ഈവന്റ്സിന് അതേ ലാബിൽ തന്നെ നടത്തുന്നു. അപ്പൊ നമുക്ക് അത് കുഴപ്പമില്ല. x1 x2 ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഒരേ ലാബ് നടത്താം. പക്ഷെ രണ്ട് വ്യത്യസ്ത ഇവന്റ് അറ്റ് ദ സെയിം ടൈം രണ്ട് ഈവന്റ്സ് ഒരേ സ്ഥലത്ത് നടത്താൻ പറ്റുമോ? ഇല്ല. അതാണ് റിലേഷൻ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം? ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഫാക്ടർ അല്ലെ. ഇപ്പൊ ഞാനൊരു പെൻസിൽ ഡ്രോയിങ് അറിയുന്ന ആളാണ്. എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവണം അല്ലെ? പെൻസിൽ ഉണ്ടാവണം, അതിൻ്റെ ഉള്ള എന്താ പറയാ ടൂൾസ് ഉണ്ടാവണം അല്ലെ. ഇപ്പൊ ഇയാളൊരു നർത്തകിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി പാട്ട് പാടാനാണെങ്കിൽ എന്ത് ചെയ്യാം, പാട്ട് പഠിച്ചിരിക്കണം, അതിന് മൈക്ക് എടുത്ത് അതിന്റെ സൗണ്ട് ഉണ്ടാവും അല്ലെ, പ്രാക്ടീസ് ചെയ്തിരിക്കണം, പാട്ട് പഠിച്ചിരിക്കണം അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവുമല്ലോ. അതാണ് നമ്മളിപ്പോ CSP എന്തൊക്കെ ഘടകങ്ങൾ, എന്തൊക്കെ ഫാക്ട്സ് നമ്മൾ പഠിച്ചു. അപ്പൊ CSP സോൾവ് ചെയ്യണമെങ്കിൽ നമ്മള് സെക്കൻഡ് മോഡിൽ പഠിച്ചിട്ടുണ്ടാവും സ്റ്റേറ്റ് സ്പേസ് പോലത്തെ അല്ല. അതായത് എന്തുകൊണ്ടാണ് ഈ CSP ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷനോളം നിങ്ങൾ സെക്കൻഡ് മോഡിൽ നിങ്ങൾ സ്റ്റേറ്റ് സ്പേസ് പറഞ്ഞാൽ ഒരു വേൾഡിലുള്ള എല്ലാ സൊല്യൂഷൻസും എല്ലാ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാൻ പോകും അല്ല, എല്ലാ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാൻ പോകും. അത് നടക്കുന്ന കാര്യമാണ്. 29 സ്റ്റേറ്റ് ഉണ്ട്. 29 സ്റ്റേറ്റിലും ഓരോ സ്റ്റേറ്റിലും ഇത്ര ഡിസ്ട്രിക്ട് ഉണ്ട്. അവിടെ ഓരോ ഡിസ്ട്രിക്ട് പറ്റി ഞാൻ പ്രോബ്ലം സോൾവ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. അതാണ് സ്റ്റേറ്റ് സ്പേസ്. പക്ഷെ നേരെ മറിച്ചൊരു CSP അതിൽ നിന്ന് ഇപ്പൊ ഞാനിപ്പോ ഇന്ത്യയുടെ കേസ് എടുക്കണം. ഇന്ത്യയിൽ 29 സ്റ്റേറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ കേരളം റെഡ് എടുത്തു കഴിഞ്ഞാൽ എന്റെ നെയ്ബേഴ്സ് ഉള്ള കേരളത്തിൽ നെയ്ബേഴ്സ് ആയിരിക്കാം തമിഴ്നാടു അല്ലെ, കർണാടക, അങ്ങനെ ആന്ധ്രാപ്രദേശ് ഒക്കെയാണ് നമ്മൾ കേരളത്തിന് ബോർഡർ ചെയ്യിക്കാം. കേരളത്തിന്റെ നെയ്ബേഴ്സ് ഇവരൊക്കെയാണ് തമിഴ്നാടും പിന്നെ കർണാടക ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ അവർക്ക് ഞാൻ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ റെഡ് ഉപയോഗിക്കാൻ പാടുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു കൺസ്ട്രെയിന്റ് ആണ് അവർക്കൊരു കണ്ടീഷൻ. ഇപ്പൊ ഞാൻ സാധനം ഇപ്പൊ ഒരു എന്താ പറയാ, റെഡ് ഈസ് ഷെയർ, റെഡ് ഈസ് വൺ ഓഫ് ദി ഡൊമൈൻ. അപ്പൊ ഞാൻ റെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഹോൾ ഉപയോഗിച്ചു അല്ലെ, ഒരു ഈവൻ നടത്താണ്. നിങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് സാർ ഞങ്ങളുടെ ഹോളാണിത് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ് CSP അതിൽ വിജയിക്കുന്നത്. മറ്റേ അങ്ങനെയല്ല. ഒരു പ്രോബ്ലം വന്നു, പിന്നെ അടുത്ത പ്രോബ്ലം വന്നു, അങ്ങനെ എല്ലാരും ഒരേ ഹോളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ഒരു റൂമുള്ളൂ, പക്ഷെ എല്ലാ ഇവന്റ്സും നടത്തും വേണം, പക്ഷെ ഒരേ റൂമുള്ളൂ ഇരിക്കാം. അതാണ് സ്റ്റേറ്റ് സ്പേസ്. അത് നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണ്, പക്ഷെ എല്ലാതും സോൾവ് ചെയ്യണം. ഇതാണ് എന്ത് ചെയ്യും, ഒരാള് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അവിടെ പോകാൻ പറ്റില്ല, വേറെ ആൾക്ക് അവിടെ പോകാൻ പറ്റില്ല. അതാണ് അസൈൻമെന്റ്. ഇപ്പൊ ഞാന് ഒരു സബ്ജക്ട് എന്റെ ടൈം ടേബിൾ ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ പോയി ഡിപ്പാർട്ട്മെന്റ് ചോദിക്കൂ, ഓരോ ഫാക്കൽറ്റീസിനും ഓരോ ടൈം ടേബിൾ. എന്റെ ടൈം ടേബിളും അവരുടെ ടൈം ടേബിളും കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഞാൻ ഇപ്പൊ വിവിൻ സാറ് നിങ്ങൾക്ക് SIT എടുക്കണമെന്ന് വയ്ക്കുക, S1 എടുത്തു അല്ലെ. അപ്പൊ S1 എടുക്കുന്നു, ഇപ്പൊ S1 സാർക്ക് ഫസ്റ്റ് അവർ ആണെങ്കിൽ എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ, ആ സമയത്ത് സാർക്ക് വേറെ S4 ഇട്ടിട്ടുണ്ടെങ്കിലോ സാർക്ക് ബുദ്ധിമുട്ടല്ലേ. നേരെ മറിച്ച് ഞാൻ ആ ഫസ്റ്റ് അവർ ഫ്രീ ആണ്, എനിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പക്ഷെ സെക്കൻഡ് അവർ ആണ് എന്നെ ഇട്ടിരിക്കും. പക്ഷെ ആ സമയത്ത് നോക്കി എനിക്ക് ലാബും ഉണ്ട്, കോൺഫ്ലിക്റ്റ് ആയില്ലേ. അപ്പൊ ഒരു അസൈൻമെന്റ് നടത്തുമ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഒന്നും വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് എനിക്ക് എന്റേതായിട്ടുള്ള പീരീഡ് വേണം, അവർക്കും അവരുടേതായ പീരീഡ് വേണം, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റും വരാൻ പാടില്ല. ഇതിനാണ് കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എന്താണ് കൺസിസ്റ്റന്റ്? അതായത് ആ കൺസ്ട്രെയിൻസിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഒരു അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ടൈം ടേബിൾ ഞാൻ അസൈൻമെന്റ് കൊടുത്ത് നോക്കും. നിങ്ങളെ ശ്രദ്ധിക്കും, 4-5 വർഷമായിട്ട് ഒരു ടീച്ചർ ടൈം ടേബിൾ ഇടുകയാണ്. ഇപ്പോ സാറിന് കിട്ടുമോ, ആ സമയത്ത് സാർക്ക് ഫാർമസിയിൽ ക്ലാസ് ഉണ്ട് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് അങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? എനിക്ക് 11 to 12 ഇവിടെ ക്ലാസ് ഓൾറെഡി ഇട്ടു വെച്ചു, മിസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണല്ലോ. ട്രൈ ചെയ്തപ്പോ ആ സമയത്ത് ഫാർമസിയിൽ അവർ ഓൾറെഡി വേറെ ആൾക്കാർ ടൈം എടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കൺസിസ്റ്റന്റ് ആവും. നേരെ വിളിച്ച് എനിക്കൊരു 4th പീരീഡ് കിട്ടി, പക്ഷെ ആ സമയത്ത് എനിക്ക് വേറെ ഏത് ക്ലാസ് ഇല്ല. അപ്പൊ ഞാൻ ഫ്രീ ആണ്, എനിക്ക് ഈ പീരീഡ് അസൈൻ ചെയ്യുക. അപ്പൊ അതെന്ത്, അസിസ്റ്റന്റ്
ഓക്കെ. അപ്പൊ ഇനി കംപ്ലീറ്റ് അസൈൻമെന്റ്. കംപ്ലീറ്റ് അസൈൻമെന്റ് പറഞ്ഞാൽ ഇപ്പൊ ടൈം ടേബിൾ എല്ലാം പൂർത്തിയാക്കി. ഓക്കെ. ഇപ്പൊ ടൈം ടേബിൾ എല്ലാവർക്കും എല്ലാ ഫാക്കൽറ്റി പോയി നമ്മൾ ഈ പറഞ്ഞ 14 ഫാക്കൽറ്റീസിനും ഒരു തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. ആർക്കും ഒരു ഇതുമില്ല. ആർക്ക് ഇഷ്ടംപോലെ ക്ലാസ് ഉണ്ടാവും, 3 ക്ലാസ് ഉണ്ടാവും, 4 ക്ലാസ് ഉണ്ടാവും, ഓരോ ലാബ് ഉണ്ടാവും. ലാബില് ഇത്തിരി 2 പേരായതുകൊണ്ട് കോൺഫ്ലിക്റ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും അത് കംപ്ലീറ്റ് അസൈൻമെന്റ് ആണ്. നേരെ പാർഷ്യൽ അസൈൻമെന്റ്. ഇപ്പൊ നിങ്ങൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ സുഡോക്ക്. തന്ന പ്രോബ്ലം തന്നെ സുഡോക്കില് സുഡോക്ക് തരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും. അതിലെന്താ റൂൾ എന്താ? അതാണ് കൺസ്ട്രെയിൻസ്. അതിനാണ് ഒരു കൺസ്ട്രെയിൻ. ഒരു നമ്പർ ഇപ്പൊ 9 എന്ന് വന്നു കഴിഞ്ഞാൽ 9ന്റെ ആ കോളത്തിലോ റോയിലോ പിന്നെ 9 വരാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് ഇപ്പൊ ഈ ഒരു കോൾ എടുക്കാൻ കഴിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ 9 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 9 വരാൻ പറ്റില്ല, ഈ കോളത്തിൽ പിന്നെ 9 വരാൻ പറ്റില്ല, ഈ റോയിലും 9 വരാൻ പറ്റില്ല. വേറെ ഏത് വാല്യൂസ് വരാം, പക്ഷെ 9 എന്ന വാല്യൂ വരാൻ പറ്റില്ല. അതാണ് എന്ത് ഈ കംപ്ലീറ്റ് അസൈൻമെന്റ്. പാർഷ്യൽ അസൈൻമെന്റ് സുഡോക്കില് എഴുതുന്ന സമയത്ത് തന്നെ കുറച്ച് നമ്മളിപ്പോ പസിൽസ് ഒക്കെ ഇല്ലേ, മറ്റേ ഹിന്ദു പേപ്പറിൽ കാണുന്ന എന്താണ് അതിന് പറയാ, വേർഡ്സ് അല്ലെ, വേർഡ് പസിൽസ്. കുറെ എച്ച് ഉണ്ടാവും, എൻ ഉണ്ടാവും, പിന്നെ ഐ ഉണ്ടാവും. എന്നിട്ട് ഒരു ക്ലൂ ഉണ്ടാവും, നിങ്ങളിത് ഫില്ല് ചെയ്യുക ബാക്കി. അപ്പൊ അതാണ് എന്ത് പാർഷ്യൽ അസൈൻമെന്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിന് CSP എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് മാപ്പ് കളറിംഗ്. ഇത് ഏറ്റവും നിങ്ങൾക്ക് ഇത് പഠിച്ചുണ്ടാവും, നന്നായി നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. അതായത് നമ്മള് മറ്റേ ഗ്രാഫ് തിയറി അല്ലെങ്കിൽ ഡിസ്ക്രീറ്റിലോ ഏതൊരു സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. മാപ്പ് കളറിംഗില് ഇപ്പോ ഇതൊരു നോഡ് ഗ്രാഫ് വരയ്ക്കാനിരിക്കാം. ഓക്കെ, ഗ്രാഫ് കളക്കുക. ഇപ്പോ പിന്നെ ഇവിടെ ഒരു കണക്ഷണം, ഇവിടെ ഒരു കണക്ഷണം, ഇവിടെ ഒരു കണക്ഷണം. അപ്പൊ ഈ നോഡ് എടുക്കണേ, 1 എടുക്കണെങ്കിൽ 1ന്റെ നെയ്ബേഴ്സ് ആയിരിക്കണം, അതായത് 1ന്റെ ഔട്ട് ഗോയിങ് എഡ്ജ് ആയിരിക്കണം. 1ന്റെ ഔട്ട് ഗോയിങ് എഡ്ജ് ഇത്, അതെ 2, 4, 3. ഞാൻ ഇപ്പൊ ഇവിടെ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ 2ന് റെഡ് വരാൻ പാടുമോ? അതാണ് 2. 2നും കൊടുക്കാൻ പറ്റില്ല, 4നും റെഡ് വരാൻ പറ്റില്ല, 3. അതായത് ഒരാൾക്ക് കൊടുത്ത കളർ പിന്നെ വേറെ ആൾക്കും കൊടുക്കാൻ പാടില്ല. വേറെ ആൾക്കല്ല, നെയ്ബേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. അതാണ് എന്ത് ഈ മാപ്പ് കളർ. അതാണ് ഗിവ് ദ ടാസ്ക് ഓഫ് കളർ ഈച്ച് റീജിയൻ ഏത് റെഡ് 3 കളറേ ഉള്ളൂ, RGB. അപ്പൊ നിങ്ങൾ ട്രയൽ ആയി നിറയെ ചെയ്യാം. അപ്പൊ സാർ ഞാൻ ഇവിടെ റെഡ് കൊടുത്തു, ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഗ്രീൻ കൊടുക്കും, ഇവിടെ ബ്ലൂവും കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ റെഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഗ്രീൻ കൊടുക്കാൻ പറ്റുമോ? കാരണം ഇത് നെയ്ബർ ഇതാണ്. ഇനി ബ്ലൂ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇനി നേരെ മറിച്ച് നമ്മള് ജിയും ആർ, ഓക്കെ. ഇനി ഇവിടെ ജി കൊടുക്കാൻ പറ്റുമോ? ആർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ബ്ലൂ. അപ്പൊ ഇതെന്തായി, നമുക്ക് ഇതിനെ അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വരാം. അത് ഞാൻ വരുന്നുള്ളൂ, അത് പറയും ആ സമയത്ത്. അപ്പൊ നമുക്ക് ആ അസൈൻമെന്റ് എന്താവും, ഫെയിലിയർ ആവും. അതായത് ഞാൻ പെർട്ടിക്കുലർ ഫാക്കൽറ്റിക്ക് എത്ര ഡൈനോ മാറ്റിയിട്ടും എത്ര പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് കോൺഫ്ലിക്റ്റ് തീരില്ല എന്റെ. അപ്പം അവിടെ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ. അപ്പൊ മാപ്പ് കളറിങ് അതാണ്. 3 കളർ തന്നിട്ടുണ്ടാവില്ല. ഈ 3 കളർ വെച്ചിട്ട് അഡ്ജസ്റ്റന്റ് നെയ്ബേഴ്സിന് ഒരേ കളർ വരാൻ പാടില്ല. അപ്പോൾ അതൊക്കെ എന്താണ് ഈ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലത്തിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ഈ ടെക്സ്റ്റ് ബുക്കില് ഓസ്ട്രേലിയയുടെ മാപ്പ് എടുക്കാൻ കഴിഞ്ഞത്? ഓസ്ട്രേലിയ നിങ്ങൾക്കറിയാം 5 എന്താ പറയാ സ്റ്റേറ്റ് ഉള്ളൂ. കേരളത്തെ പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലെ എന്താ പറയാ 29 സ്റ്റേറ്റ് ഇല്ല. വെസ്റ്റേൺ ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറി, സൗത്ത് ഓസ്ട്രേലിയ, ക്യൂൻസ്ലാൻഡ്, ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ. ഇതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഇതൊരു ഗ്രാഫ് ആയിട്ട് വരയ്ക്കണം. വെസ്റ്റേൺ ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറി, സൗതേൺ ഓസ്ട്രേലിയ, ക്യൂൻസ്ലാൻഡ്, നോർത്ത് സൗത്ത് വെയിൽസ്. ടാസ്മാനിയ നമ്മുടെ മറ്റേ ഇന്ത്യയും ശ്രീലങ്കയും പോലത്തെ തമ്മിലാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ട് ഇല്ല, കാരണം ഡയറക്റ്റ് മാപ്പ് ഇല്ല. അപ്പൊ ഇയാളുടെ അഡ്ജസ്റ്റന്റ് ആയിരിക്കാം നോർത്തേൺ ടെറിട്ടറി. വെസ്റ്റേൺ ഓസ്ട്രേലിയന്റെ അഡ്ജസ്റ്റന്റ് ആരാണ്, നെയ്ബേഴ്സ് ആരാണ്? നോർത്തേൺ ടെറിട്ടറീസ് വരാം, സൗത്ത് ഓസ്ട്രേലിയ വരാം.
പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ റെഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രീനോ ഇവിടെ ബ്ലൂവും വരാം. പിന്നെ വേണമെങ്കിൽ ഇവിടെ റെഡ് കൊടുക്കാം. സോ അതാണ് ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ അത് അടുത്ത ഇത് പറയും. പറയാനുണ്ട് കളർ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷൻ പോയിട്ട് 3 എലിമെന്റ്സിനില്ലേ, അല്ലെങ്കിൽ 3 എലിമെന്റ്സ്. ഒരു മിനിറ്റ്. അപ്പൊ ഇതിലിപ്പോ നമ്മള് കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷൻ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് വേരിയബിൾസ്, പിന്നെന്താണ് രണ്ടാമത് എന്താണ് ഡൊമൈൻസ് അല്ലെ. എന്തൊക്കെ ഈവൻസ് ഉണ്ട് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഓരോ ഇവന്റ് ഓരോ ദിവസം ഇന്ന ടൈമിൽ നടത്തണം. അതാണ് ഡൊമൈൻസ്. പിന്നെന്താ കൺസ്ട്രെയിൻസ്. അതായത് ഒരു ആ സമയത്ത് മ്യൂസിക് ഷോ ഇപ്പൊ പറയുന്നത് നമ്മളിപ്പോ നിങ്ങൾ ബ്ലൂം നടത്തിയപ്പോ ഇപ്പോ ആ സിനിമ ആക്ടർ അയാൾ പറയും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും സാർ തിങ്കളാഴ്ച വരാൻ പറ്റുമോ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അതൊക്കെ പോട്ടെ. കൺസ്ട്രെയിന്റ് ഇപ്പൊ നിങ്ങൾ സാധാരണ ഈവൻസ് ഒക്കെ സാർ പറയും എന്താ പറയാ, നിങ്ങളുടെ നമ്മുടെ ഹയർ അതോറിറ്റി പറയും തിങ്കൾ ചൊവ്വ ബുധനാഴ്ച ഒന്നും ബ്ലൂ നടത്താൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ശനി ഞായർ നിങ്ങൾ എടുത്തോ പറയും. ഇല്ലെങ്കിൽ വെള്ളി ശനി ഞായർ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം വീക്ക് ഡേയ്സിൽ അവർ എന്തായാലും വെക്കില്ല. അപ്പൊ അതൊരു കൺസ്ട്രെയിൻ ആണ്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഈവൻസ് നടത്തിക്കോ, 3 ദിവസം എടുത്തോ. പക്ഷെ അതിൽ ഒരു 2 വർക്കിംഗ് ഡേ എടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ KT പ്രകാരം സാറ്റർഡേ ഹോളിഡേ ആണല്ലോ. അപ്പൊ സാറ്റർഡേ നിങ്ങൾ എടുത്തോളൂ, ഒരു വർക്കിംഗ് ഡേയിൽ പോലും. അപ്പൊ അതാണ് എന്ത് കൺസ്ട്രെയിൻ. അപ്പൊ ഇതില് എക്സ് എന്തൊക്കെ ഈവൻസ് ഉണ്ട്. ഓസ്ട്രേലിയ എത്ര സ്റ്റേറ്റ് ഉണ്ട്? 5. വെസ്റ്റേൺ ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറി, ക്യൂൻസ്ലാൻഡ്, നോർത്ത് എന്താണ് സൗത്ത് വെയിൽസ്, വി എന്തായിരുന്നു, വിക്ടോറിയ, SA സൗത്ത് ഓസ്ട്രേലിയ, NT എന്തായിരുന്നു, നോർത്തേൺ ടെറിട്ടറി. ദെൻ ടി ഫോർ എന്താണ്, അപ്പൊ നമുക്കറിയാം ഓസ്ട്രേലിയ 5 രാജ്യങ്ങളുണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയ അല്ലെ. നമ്മുടെ ഒരു കോമ്പറ്റീഷൻ തുടങ്ങി ഒരു 10 ഈവന്റ് ഉണ്ട് ചോദിക്കാം. ഈ 10 ഈവന്റ്സ് ഏതൊക്കെ നമ്മൾ പറയില്ലേ, ഓഫ് സ്റ്റേജ് നടത്തുന്നില്ല അല്ലെ. ഓഫ് സ്റ്റേജ് നിങ്ങൾ ഈവന്റ്സ് നടത്തുമ്പോൾ സാർ 3 ഹോളേ ഫ്രീ ഉള്ളൂ സാർ. അതാണെന്ത് ഈ ഡൊമൈൻസ്. ഈ 5 സ്റ്റേറ്റ് ഉണ്ട്. പക്ഷെ 5 സ്റ്റേറ്റും 3 കളർ വെച്ചിട്ട് നടത്താൻ പോകും. എന്താണ് 3 കളർ വെച്ചിട്ട് നടത്താൻ പോകും. അപ്പോൾ 3 കളറാണ്. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്.
അപ്പൊ നിങ്ങൾ ഇവിടെ റെഡ് കൊടുക്കണമെങ്കിൽ ഇവിടെ അതാണ് ഇവിടെ കൺസ്ട്രെയിൻ ഇൻ റൂൾസ് പറയുന്നത്. ഇനി റൂൾസ് ശ്രദ്ധിക്കാം. ഒരിക്കൽ ഇവിടെ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ WA നമ്മൾ മാപ്പ് നോക്കൂ, മാപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ടോ, ഇപ്പോ ഇവിടെ റെഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ റെഡ് കൊടുക്കാൻ പാടില്ല, ഇവിടെയും റെഡ് കൊടുക്കാൻ പാടില്ല. ഇവിടെ ഏത് ഗ്രീൻ വരാം, ബ്ലൂ വരാം. ഇവിടെ ഏതെങ്കിലും, ഇവിടെയും അതുപോലെ ഏത് ഗ്രീൻ വരാം, ബ്ലൂ വരാം. പക്ഷെയോ ഇവിടെ റെഡ് വരാനേ പാടുള്ളൂ. ഇനി ഇവിടെ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റെഡ് വരാൻ പാടുമോ? ഇല്ല. ഇവിടെയും അല്ലെ, ഇവിടെ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏത് ഗ്രീനോ ബ്ലൂ വരാം. പക്ഷെ ഇവിടെ ഏതെങ്കിലും ബ്ലൂവോ ഗ്രീൻ വരികയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഗ്രീൻ. അതാണ് ഇവിടെ കണ്ടീഷൻ പറയുന്നത്, അതായത് കൺസ്ട്രെയിൻസ് പറയുന്നത്. നോക്കൂ, കാണാം, സൗത്ത് ഓസ്ട്രേലിയ നോട്ട് ഈക്വൽ ടു വെസ്റ്റ് ഓസ്ട്രേലിയ. നോക്കൂ, കാണാം, സൗത്ത് ഓസ്ട്രേലിയ, ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. സൗത്ത് ഓസ്ട്രേലിയയും വെസ്റ്റേൺ ഓസ്ട്രേലിയ അതെന്താണ്? എന്താണ്? എന്താ? നെയ്ബേഴ്സ് ആണ്. അപ്പൊ ഒരേ കളർ കൺസ്ട്രെയിൻസ്, അതാണ് റൂൾസ്. ഇനി സൗത്ത് ഓസ്ട്രേലിയൻ നോർത്തേൺ ടെറിട്ടറി കാണാം, സൗത്ത് ഓസ്ട്രേലിയയും സൗത്ത് ഓസ്ട്രേലിയൻ നോർത്തേൺ ടെറിട്ടറി എന്താണ്? നെയ്ബേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? നെയ്ബേഴ്സ് ഷുഡ് നോട്ട് ബി സെയിം കളർ. അതാണ് എന്ത്? കൺസ്ട്രെയിൻഡ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം. ഈ 5 സ്റ്റേറ്റിനും നമുക്ക് എന്ത് ചെയ്യാം? 3 കളർ വെച്ചിട്ട് എന്താണ് ഒരുപോലെ ആകാനുമല്ല, പക്ഷെ എന്ത് ചെയ്യാം? നെയ്ബേഴ്സ് എന്ത് ചെയ്യാം? നെയ്ബേഴ്സിന് ഒരേ കളർ വരാനും പാടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം? 3 വാല്യൂസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ റെസ്റ്റ് സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇത് ഓൾറെഡി സൊല്യൂഷൻ തന്നിട്ടില്ല, എന്നാൽ ഞാൻ പറയാം. ഇപ്പൊ ഞാന് ഇപ്പൊ ഈ കേസിൽ ഞാൻ റെഡ് കൊടുത്തു, ഇവിടെ ഞാൻ ഇവിടെ ഗ്രീൻ കൊടുത്തു, ബ്ലൂ കൊടുത്തു. ഇപ്പൊ ഇതിന്റെ നെയ്ബേഴ്സ് ആയിരിക്കണം NTയും സൗത്ത് ഓസ്ട്രേലിയ. അപ്പോൾ ഒരേ കളറില്ല. ഇനി ഇവിടെ ഗ്രീൻ കൊടുത്തു, ഇവിടെ ബ്ലൂ കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം? റെഡ് കൊടുക്കാം. ഇനി ബ്ലൂവിന്റെ നെയ്ബേഴ്സ് ആയിരിക്കണം, അതായത് സൗത്ത് ഓസ്ട്രേലിയ ആയിരുന്നു NTക്ക് ബ്ലൂ കൊടുത്തിട്ടില്ല, ഇവിടെയും ബ്ലൂ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇനി ഇവിടെ ബ്ലൂ കൊടുക്കാൻ പാടില്ല, ഇവിടെയും ബ്ലൂ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ ഗ്രീൻ കൊടുക്കുന്നു. ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് എത്ര നെയ്ബേഴ്സ് ഉണ്ട്? ക്യൂൻസ്ലാൻഡ് മിക്കവരുണ്ട്. ക്യൂൻസ്ലാൻഡ് ഞാൻ റെഡ് കൊടുത്തു, ഇവിടെ ഗ്രീൻ കൊടുത്തു, ഇവിടെ എന്ത് വരാം? 2 വരാം, അല്ലെ? ഇവിടെ ഞാൻ ബ്ലൂ കൊടുത്തു, അപ്പൊ ഇവിടെ ബ്ലൂ വരാൻ പാടുമോ? ഇല്ല. ഇവിടെ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗ്രീൻ വരാൻ പാടുമോ? പാടില്ല. അപ്പൊ ഇവിടെ ബ്ലൂ വന്നു. ഇവിടെ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ, റെഡ് ഗ്രീൻ. ഇവിടെ ബ്ലൂ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ ബ്ലൂ വരാൻ പാടില്ല. അപ്പൊ ഇവിടെ ഗ്രീൻ കൊടുത്തു. ഇവിടെ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ വരുമോ? ബ്ലൂ ഓൾറെഡി ഒന്നില്ലേ? റെഡ് കൊടുക്കാൻ പറ്റുമോ? റെഡ് കൊടുക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. അപ്പൊ ഇവിടെ എന്ത് വരും? ഏത് ഗ്രീനും വരാം, ബ്ലൂ വരാം. പക്ഷെ ഇവിടെ ഓൾറെഡി ബ്ലൂ വന്നു, അതുകൊണ്ട് ഇവിടെ ബ്ലൂ വരാൻ പാടില്ല. ഇവിടെയും ഗ്രീൻ വന്നു ഓൾറെഡി. അപ്പോ ഇതൊരു നമുക്ക് ഇതിനെ എന്താ പറയാ, അസൈൻമെന്റ് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ കുറവാണ് എന്നാണ് അർത്ഥം. ഇതൊരു പ്രോബ്ലം തരുന്നതാണ്, ഗ്രാഫ് കളറിംഗ് ആണ്. പക്ഷെ നമ്മൾ എന്ത് വെച്ച് ചെയ്യാം? ഇപ്പൊ ഞാൻ റെഡ് വെച്ച് ചെയ്തു, അപ്പൊ ഈ അസൈൻമെന്റ് ഫെയിലിയർ ആയി. ഇനി ഞാൻ ഇവിടെ ഗ്രീൻ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങൾ പറയും സാർ ഇവിടെ റെഡ് കൊടുക്കാം, ഇവിടെ ബ്ലൂ കൊടുക്കാം, അല്ലെ? ഇവിടെ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കൊടുത്തു, ഇവിടെ റെഡും ബ്ലൂ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഗ്രീൻ കൊടുക്കാം, അല്ലെ? നമ്മള് ഒന്നുകൂടി മാറ്റാം. ജസ്റ്റ് ഇവിടെ ഞാൻ ഗ്രീൻ കൊടുത്തു, അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ റെഡ് കൊടുക്കുന്നു, ഇവിടെ ബ്ലൂ കൊടുക്കുന്നു, ഇവിടെ ഗ്രീനും കൊടുത്തിരിക്കാം. ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരേ കളർ അല്ലല്ലോ. ഇനി ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് പറയണം, ഇവിടെ റെഡും ബ്ലൂ, അപ്പൊ ഇവിടെ ബ്ലൂ വരാൻ പാടുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഗ്രീൻ വരാമല്ലോ. ഇവിടെ ഗ്രീൻ വന്നു, ഇവിടെയും ഗ്രീൻ വന്നു. ഇനി ഈ ഒറ്റ സ്റ്റേജ് ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താവാം? 6 വരാമല്ലോ. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇത്രേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ ആയില്ലേ? അപ്പൊ നിങ്ങൾ എന്താണ്, ഇതാണ് ഞാൻ പറഞ്ഞ ട്രയൽ ആൻഡ് എറർ. ആദ്യം ചെയ്തപ്പോ അതാണ് ഈ CSP ആ കൺസ്ട്രെയിൻസ് എല്ലാം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് പെർമ്യൂട്ടേഷൻ പറയില്ലേ? ഇപ്പൊ റെഡ് ഇവിടെ വന്നിരുന്നു, റെഡ് നമ്മൾ അവിടെ തുടങ്ങി എന്ത് ചെയ്തു? ഇപ്പൊ പറയില്ലേ 1 2 3 ആണെങ്കിൽ സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3, then 1 2 1 3 2 3, then 1 2 3. അതുപോലെ റെഡ് ഞാൻ ഇവിടെ എത്തി, ഇനി അടുത്ത വർഷം ഇവിടെ റെഡ് ഇവിടെ എത്തി, ഇനി അടുത്ത വർഷം റെഡ് 3 എത്തി. അങ്ങനെ 5 സ്റ്റേറ്റിലും റെഡ് മാറി മാറി നോക്കുക, അപ്പൊ വിജയിച്ചിരിക്കും.
കോൺസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ? ഇപ്പൊ ഞാൻ നോക്കൂ, ആദ്യം റെഡ് കൊടുത്തപ്പോ എന്തായി? നടക്കുന്നില്ല. ഗ്രീൻ കൊടുത്തപ്പോ എന്തായി? വർക്കൗട്ട് ആയി. അതാണ് എന്ത് ചെയ്യുന്നത്? ടൈം ടേബിൾ മാറ്റി മാറ്റി പറയില്ലേ? നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു നോക്ക്, കോളേജിൽ ശ്രദ്ധിച്ചു നോക്ക്. സാർക്ക് കോൺഫ്ലിക്റ്റ് വന്നു, അപ്പൊ വീണ്ടും അവർ തിരുത്താൻ നോക്കി. അത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതാണ്, അത്രയും സ്മൂത്ത് സ്റ്റെപ്പ് എടുത്താൽ മതി. മറ്റ് സ്റ്റേറ്റ് സ്പേസ് അങ്ങനെയല്ല, എല്ലാം ആദ്യം തൊട്ട് വീണ്ടും ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. സൗത്ത് ഓസ്ട്രേലിയ യൂസിങ് സൗത്ത് ഓസ്ട്രേലിയ ഷുഡ് നോട്ട് ഈക്വൽ ഷോർട്ട് കട്ട് ഓഫ് സൗത്ത് ഓസ്ട്രേലിയ ഷുഡ് നോട്ട് ഈക്വൽ ടു വെസ്റ്റ്. ദാറ്റ് ഈസ് ഫുള്ളി എന്നോട് റെഡ് ഗ്രീൻ വരാം, റെഡ് ബ്ലൂ വരാം, ഗ്രീൻ റെഡ് വരാം, ബ്ലൂ. മെനി പോസിബിൾ സൊല്യൂഷൻ ആണ്. ഞാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടു. അപ്പൊ സാറ് അവിടെ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം വർക്കൗട്ട് ആയില്ലേ? വർക്കൗട്ട് ആവും, ആൻസർ കിട്ടും. അതാ പറയും കേട്ടാ. ഇവിടെ പറയുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയ, അതായത് ആദ്യം ഞാൻ റെഡ് കൊടുത്തു. നോർത്തേൺ ടെറിട്ടറീസിൽ അവരുടെ നെയ്ബേഴ്സ് ആണ്. ക്യൂൻസ്ലാൻഡിന് റെഡ് കൊടുത്തു. ഞാൻ പറഞ്ഞു മറ്റേ നെയ്ബേഴ്സ് അല്ലാത്തത്. നോർത്തേൺ സൗത്ത് വെയിൽസിൽ ഗ്രീൻ കൊടുത്തു. ഇവിടെ നോർത്തേൺ സൗത്ത് വെയിൽസിൽ ഗ്രീൻ കൊടുത്തു. നോർത്തേൺ ടെറിട്ടറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ കൊടുത്തു. വീനെ റെഡ് കൊടുത്തു. വീനെ റെഡ് കൊടുത്തു. മറ്റേന് എസ് എന് ബ്ലൂ കൊടുത്തു. എസ് എ ബ്ലൂ കൊടുത്തുമ്പോ എൻ ടി എന്താണ്? ഗ്രീൻ ഉണ്ട് അല്ലെ? എസ് എ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേത് എസ് എന്റെ ആരൊക്കെയാണ്? ഇവിടെ ബ്ലൂ ഇല്ല. ക്യൂൻസ്ലാൻഡ് എന്താണ് കൊടുത്തത്? ക്യൂൻസ്ലാൻഡ് ബ്ലൂ ആണോ? അല്ല, റെഡ് ആണ് അല്ലെ? സൗത്ത് ക്യൂൻസ്ലാൻഡ് എവിടെ? ക്യൂ റെഡ് ആണ്. സൗത്ത് ഓസ്ട്രേലിയ ബ്ലൂ ആണ്. അപ്പൊ ഇതും ഈക്വൽ മാച്ച് അല്ല സെയിം കളർ അല്ല, അതുകൊണ്ട് മാച്ച് ആവും. ഇനി സൗത്ത് ഓസ്ട്രേലിയയില് എൻ ടിക്ക് വേറെ കൊടുത്തു. നോർത്ത് സൗത്ത് വെയിൽസ് ഉണ്ട്. നോർത്ത് സൗത്ത് വെയിൽസ് വേണ്ട. എൻ എസ് ഡബ്ല്യൂക്ക് നോക്കൂ, ഗ്രീനാണ് കൊടുത്തിരുന്നത്. ഇവിടെ ബ്ലൂ. ഇനി അവസാനം ഒന്നും കൂടി ഉണ്ട്. ഏതാണ്? വിക്ടോറിയക്ക് എന്താണ്? റെഡ്. അപ്പൊ എന്തായാലും എന്ത് ഇതേ കളറില്ല, ബ്ലൂ അല്ല എവിടെയും കൊടുക്കണം. ഇവിടെ ഇല്ല. അങ്ങനെ ബ്ലൂ ഒരൊറ്റ കളറ് അത് ചൂസ് ചെയ്തു. അപ്പൊ ഇതൊരു വൺ ഓഫ് ദി സൊല്യൂഷൻ. ഞാൻ പറഞ്ഞ സൊല്യൂഷൻ പറയുന്നു, ഇതൊരു സൊല്യൂഷൻ. ഓക്കെ, ഇനി നമ്മള് ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു പ്രോബ്ലം സോൾവ് ആയി. മാം കളറിന്റെ ഒരു സൊല്യൂഷൻ കാണാം. ഒരു സൊല്യൂഷൻ എത്ര കണ്ടോ? വെസ്റ്റേൺ ഓസ്ട്രേലിയക്ക് റെഡ് കൊടുത്തു. അവര് അഡ്ജസ്റ്റന്റ് ആയിരിക്കണം ഇത് രണ്ടുപേരെ കളറാണ് കൊടുത്തത് അല്ല. ഇനി സദേൺ ഓസ്ട്രേലിയയുടെ നെയ്ബേഴ്സ് ആയിരിക്കണം നോർത്തേൺ ടെറിട്ടറീസ്. ബ്ലൂ ആണോ? നമ്മള് അപ്പൊ എഴുതിയില്ലേ, മുകളിൽ എഴുതിയില്ലേ? മുകളിൽ ഞാൻ പറഞ്ഞില്ലേ അല്ല, ബ്ലൂ ഒരൊറ്റ ഇവിടെ മാത്രമേ ബ്ലൂ കൊടുത്തുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെയും ബ്ലൂ കൊടുക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ഒന്നും ബ്ലൂ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ ഗ്രീൻ കൊടുത്തപ്പോ ഇവിടെ ഗ്രീൻ വേണമെങ്കിൽ കൊടുക്കാം. കാണാം, നോർത്ത് ആൻഡ് സൗത്ത് വെയിൽസില് ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ട, വിക്ടോറിയയും ക്യൂവും എന്താണ്? നെയ്ബേഴ്സ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ റെഡ് കൊടുത്തിരിക്കണം. ഇത് ഇവരുടെ നെയ്ബേഴ്സ് അല്ലല്ലോ, അതുകൊണ്ട് ഒരേ കളർ കൊടുത്താലും കുഴപ്പമില്ല. ഇതാണ് വൺ ഓഫ് ദി ആൻസർ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കൺസിഡർ സാറ്റിസ്ഫാക്ഷൻ ചെറിയൊരു പ്രോബ്ലം. ഇത് പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിനേക്കാളും വലിയ. ഇനി എന്തുകൊണ്ടാണ് CSPനെ ഇവര് മെയിൻ ആയിട്ട് പറയാൻ കാരണം? സ്റ്റേറ്റ് സ്പേസ് പ്രോബ്ലം പോലെ ഉണ്ടാകും. ഇത് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ കേരളത്തിൽ ഞാൻ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ മറ്റ് നെയ്ബേഴ്സ് ഉള്ള 3 സ്റ്റേറ്റ് ഉണ്ടാവില്ല. 3 സ്റ്റേറ്റും പിന്നെ റെഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ ആ ഒരു കണ്ടീഷൻ സോൾവ് ആയില്ലേ? അപ്പൊ ആ ഒരു ഷോർട്ട് കട്ട് ഒഴിവായില്ലേ? അല്ലെങ്കിൽ ആ ഒരു പല പല വഴിക്ക് പോകേണ്ട പിന്നെ ആവശ്യമുണ്ടോ? അതോടുകൂടി മറ്റ് ഗേറ്റ് ക്ലോസ് ആയി. മറ്റേ സ്റ്റേറ്റ് സ്പേസ് പ്രോബ്ലം അങ്ങനെയില്ല. ഇവിടെയും റെഡ് കൊടുത്തു, പിന്നെ അവിടെ അടുത്ത് പോയി നോക്കണം, എല്ലാം ഓരോ സ്റ്റേറ്റ് പോയി നോക്കണം. അതാണ് എന്താണ് ഇത് കുറച്ചും കൂടി ഫാസ്റ്റർ പറയാൻ. വേഗം പെട്ടെന്ന് ഫൈനൈറ്റ് സ്റ്റെപ്പിലൂടെ CSPനെ സൊല്യൂഷൻ കണ്ടെത്താം. ടൈം ടേബിൾ തന്നെ നോക്കൂ. ഇപ്പൊ ആകെ 5 ദിവസമേ ഉള്ളൂ. 5 ദിവസത്തിൽ 7 വീട്, 6 വീട്. 6 വീട് ഇട്ടുകൊടുക്കാൻ ഇത് നമുക്ക് ഒരു ദിവസമാണ് ശ്രമിച്ചാൽ നടക്കാനേ ഉള്ളൂ. എങ്ങനെയും കോൺഫ്ലിക്റ്റ് വരും ആദ്യ സമയത്ത്, പിന്നെ ട്രൈ ചെയ്യും, പിന്നെ ട്രൈ ചെയ്യും. മറ്റേ അങ്ങനെയല്ല. ഇപ്പൊ അത് ഫാക്കൽറ്റി
ഇനി ക്ലാസ്സിൽ ടൈം ടേബിൾ ഉണ്ട്. ക്ലാസ്സിൽ ഞാൻ മാത്രമല്ലല്ലോ നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത്, വേറെ ഫാക്കൽറ്റി ഉണ്ടാവില്ലേ. അപ്പൊ ആ ടീച്ചർക്ക് സാർ സെക്കൻഡ് പീരീഡ് ആണല്ലോ, ഇത് എന്റെ പീരീഡ് ആണല്ലോ, ഒരാൾ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റ് ആയിട്ട് അപ്പോ ഇതെന്ത് ചെയ്യാം. അപ്പൊ എനിക്ക് ഇട്ടു, അപ്പൊ എന്റെ മാറ്റില്ല. ഇനി ആ സെക്കൻഡ് പീരീഡ് നിങ്ങളുടെ ക്ലാസ്സിൽ ഞാനാണ്, അപ്പൊ വേറെ ആയിരിക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ ടൈം ടേബിൾ മാറ്റിയപ്പോലെ. അപ്പൊ ഇത്രേ ഉള്ളൂ. മറ്റേങ്ങയല്ല, എല്ലാം കൂടി വീണ്ടും നമ്മള് എന്താ പറയാ പേപ്പർ കയറി പിന്നെയും തിങ്കളാഴ്ച ഫസ്റ്റ് അവർ രാകേഷ് സാർ കൊടുക്കാം, പിന്നെ സെക്കൻഡ് അവർ ഫസ്റ്റ് അവർ രാകേഷ് സാർ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, പിന്നെയും ഇത് എന്താ പറയാ 100, 120 അതാണ് ഇവിടെ പറയുന്നത്. കണ്ട ഇവിടെ നോക്കൂ, ഇപ്പൊ എക്സാമ്പിൾ വി ക്യാൻ ചൂസ് എസ് എ ബ്ലൂ കൊടുത്തു, സൗത്ത് ഓസ്ട്രേലിയ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ കൺക്ലൂഡ് നൺ ഓഫ് ദി 5. അപ്പൊ സൗത്ത് ഓസ്ട്രേലിയയിൽ അതിന് നെയ്ബേഴ്സ് 4 പേരുണ്ട്, 4 പേർക്കും ബ്ലൂ കൊടുക്കാൻ പറ്റുമോ? സൗത്ത് ഓസ്ട്രേലിയന്റെ നെയ്ബേഴ്സ് 4 പേരുണ്ട്, 4 പേർക്കും പിന്നെ ബ്ലൂ കൊടുക്കാൻ പറ്റുമോ? അതോടുകൂടി കഴിഞ്ഞു, അതൊരു കൺസ്ട്രെയിന്റ് ആണ്. ഇയാൾക്ക് ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബ്ലൂ യൂസ് ചെയ്യാൻ പാടില്ല, അവർക്ക് ബ്ലൂ യൂസ് ചെയ്യാൻ പാടില്ല, അവർക്ക് ബ്ലൂ യൂസ് ചെയ്യാൻ പാടില്ല, അവർക്ക് ബ്ലൂ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തായി, സൊല്യൂഷൻസ് കിട്ടി. അപ്പൊ ഇയാളുടെ ഫിക്സ് ആയി. അപ്പൊ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ആള് വരൂ, എന്താണ് ടെറിട്ടറി. ഇയാൾക്ക് എന്ത് കളർ കൊടുക്കണം? ശരി, ഇനി ഉള്ള കളർ. അപ്പൊ ഈ ഡൊമൈൻസിൽ ബ്ലൂ കഴിഞ്ഞു, ഇനി ബാക്കി എക്സിസ്റ്റ് ചെയ്യാതുണ്ട് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 കളർ കൊടുക്കാം. അപ്പൊ അങ്ങനെയാണ് ഇവിടെ 3 കളർ ഉണ്ട്, 5 സ്റ്റേറ്റ് ഉണ്ട്. ഓസ്ട്രേലിയക്ക് 5 സ്റ്റേറ്റ് ഉണ്ടല്ലോ. 3:5 243. ഏത് സെർച്ച് പ്രൊസീജിയർ, അതായത് മറ്റേ നിങ്ങൾ സെക്കൻഡ് വേൾഡ് സെർച്ച് പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ 5 നെയ്ബറിങ് ചെയ്യാൻ വേണ്ടി ഇത് ഓരോന്നും ഓരോ സ്റ്റേറ്റിനും ഓരോരോ വാല്യൂസ് കൊടുക്കണം, പിന്നെയും തെറ്റവും പിന്നെയും മാറ്റി നോക്കണം, അങ്ങനെ മാറ്റും. പക്ഷെ ഇതാ ഓൺലി 2:5. കാരണം ഓൾറെഡി ഒരു സ്റ്റേറ്റിന് ബ്ലൂ കൊടുത്തു കഴിഞ്ഞു, പിന്നെ 2 കളർ മാത്രം നോക്കിയാൽ പോലെ 2 കളറിനെ 2:, we can never to consider blue as a value. കാരണം എന്താണ്, ഇവിടെ സൗത്ത് ഓസ്ട്രേലിയ ബ്ലൂ കൊടുത്തു കഴിഞ്ഞു, പിന്നെ ഈ 5 2:5 5 ബാക്കി 5 ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ പോലെയല്ലോ. 32 അസൈൻമെന്റ്സ് ഉണ്ട് അതില്. അപ്പൊ 243 പോയിട്ട് എന്തായി, 32 അസൈൻമെന്റ്സ് മതി. ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂവിന്റെ, അതായത് ഈ സൗത്ത് ഓസ്ട്രേലിയന്റെ ചുറ്റുപാടും ഈ 4 രാജ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ നടുവിൽ നിൽക്കണം, അപ്പൊ എന്നെ ചുറ്റും 4 പേരുണ്ട്. അപ്പൊ എനിക്കൊരു യൂണിക് കളർ കിട്ടി. അപ്പൊ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും എന്റെ കളർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതോടുകൂടി നമുക്ക് എന്റെ വാല്യൂ സോൾവ് ആയി. ഇനി എന്റെ കാര്യം ചിന്തിക്കുക വേണ്ട. അതാണ് എന്ത് CSPയുടെ ബെസ്റ്റ് അഡ്വാൻറ്റേജ്. അപ്പൊ വൺസ് വി ഫൈൻഡ് ഔട്ട് പാർഷ്യൽ അസൈൻമെന്റ്, ഇനി പാർഷ്യൽ അസൈൻമെന്റ്, സുഡോക്കിലൊക്കെ പാർഷ്യൽ അസൈൻമെന്റ് ഉണ്ടാവും. അപ്പോഴും നമുക്കറിയാം. ഇപ്പൊ നോക്കൂ, സുഡോക്ക് തന്നിട്ടുണ്ട്, ഒരു സുഡോക്കില് നമുക്ക് തന്നിട്ടുണ്ട് പാർഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 1 ഇവിടെ 1 തന്നിട്ടുണ്ടാവും, ഇവിടെ ചിലപ്പോൾ 3 തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഇവിടെ 5 തന്നിട്ടുണ്ടാവും. അപ്പോ ഇവിടെ നമുക്കറിയാം ഈ ഭാഗത്ത് 5 വരില്ല, നമുക്കറിയാം. ഇവിടെ 5 തന്നിട്ടും ഇല്ല, ഇവിടെയും 5 വരില്ല, നമുക്കറിയില്ല. അപ്പൊ ഈ റോവും ഈ കോളും ക്യാൻസൽ ആയില്ലേ, പിന്നെ 5 ഒരിക്കലും വരുമോ? പിന്നെ നമ്മൾ ചിന്തിക്കുന്ന 5 ഇവിടെ വരാം, ചിലപ്പോൾ ഇവിടെ വരാം, പക്ഷെ ഇവിടെ വരാം. പക്ഷെ അതുപോലെ 3 ഈ ഭാഗത്ത് വരുമോ? ഇല്ല. അപ്പൊ നമുക്ക് 5നെ ആ വാല്യൂന്ന് സ്കിപ്പ് ചെയ്യാം. 1 to അല്ലെ, സുഡോക്കില് 1 to 0 to 9 മാത്രമല്ലോ ഉപയോഗിക്കാൻ പറ്റുമോ? 10 ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ 5 എന്തായാലും ഈ ചാൻസ് കുറഞ്ഞു. അതുപോലെ 1 വന്നു കഴിഞ്ഞാൽ ഈ ഭാഗവും 1 പോയി. അപ്പോൾ 1 ഇതിലേതെങ്കിലും ഒരു സെല്ലിലേക്കും 1 വരിക. അതുപോലെ 5 വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗവും വരില്ലല്ലോ. അപ്പൊ ഇവിടെയും എവിടെയും 5 വരുമോ അല്ല 3 വരുമോ, അതൊക്കെ നമുക്ക് പാർഷ്യൽ അസൈൻമെന്റും നമുക്ക് എന്ത് ചെയ്യാം, ചില ഫർദർ റിഫൈൻമെന്റ്സ് ശുദ്ധീകരിക്കാം. പിന്നെയും ഇതിനെ എന്താ ചെയ്യാം, വാല്യൂസിനെ നോക്കി ഇല്ലാതാക്കി ചെറുതാക്കി നമുക്കിതിനെ എന്താ ചെയ്യാം, പെട്ടെന്ന് സൊല്യൂഷൻ അറിയാം. അതായത് സ്റ്റേറ്റ് സ്പേസ് സെർച്ചിനേക്കാളും വളരെ ക്വിക്ക്ലി സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഉദാഹരണത്തിന് ഇവിടെ പറയുന്നുണ്ട് ജോബ് ഷോപ്പ് ഷെഡ്യൂൾ. അതായത് നമ്മളിപ്പോ നമ്മുടെ ഡേ ഷിഫ്റ്റ് പറയില്ലേ. ഞാൻ ഒരു LG ടയർ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി പോയി. ആ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ 1500 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. എത്ര പേര്? 1500. അപ്പോൾ എനിക്ക് എന്ത് ഡ്യൂട്ടി ചെയ്യണം? ഞാൻ ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു ടെസ്റ്റർ ആവുക. ടെസ്റ്റർ പറഞ്ഞാൽ എനിക്ക് കോഡ് കിട്ടിയാൽ ഞാൻ ടെസ്റ്റ് ചെയ്യാം. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ കോഡ് ആദ്യം കിട്ടണമെങ്കിൽ അയാൾ ആദ്യം ചെയ്തിരിക്കണ്ടേ?
അപ്പൊ എന്റെ ജോലി എപ്പോഴാണ് അസൈൻ ചെയ്യേണ്ടത്? അതാരാ ഡിസൈഡ് ചെയ്യേണ്ടത്? ആരാണ് അസൈൻമെന്റ് ചെയ്യേണ്ടത്? സാർ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നിങ്ങൾ കോഡ് കിട്ടിയാലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ, അതുവരെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് അസംബ്ലി ഓഫ് എ കാർ. ഇപ്പൊ ഒരു കാറിന്റെ എന്താ പറയുക, കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് മൊത്തം ജോബിനെ ഒരു ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിന് ഓരോ ടാസ്കും ഓരോ ആൾക്കാർ കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു ടാസ്ക് തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ എഞ്ചിന്റെ കേസ് എടുക്കണം. എഞ്ചിൻ ആദ്യം ഫിറ്റ് ചെയ്യുക. എഞ്ചിൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യമുണ്ടോ? നമ്മൾ ആ ഒരു വണ്ടി, ഇപ്പോൾ ഒരു കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം കാറിന്റെ എന്ത് ചെയ്യണം, മറ്റേ ആക്സിൽ ഉണ്ടാക്കണം. ആക്സിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ടയർ ആദ്യം തന്നെ ഫിറ്റ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഒരു മെച്ചുണ്ടാക്കി, ബോഡിയൊക്കെ ഉണ്ടാക്കി, ആക്സിൽ ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ മറ്റേ എഞ്ചിനും വെച്ചിട്ടില്ല, അപ്പോഴും ടയർ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ ഒരു ഓരോ വൺ ആഫ്റ്റർ ദി അനദർ, ഒന്ന് കഴിഞ്ഞിട്ട് മറ്റേ വരാനുള്ളൂ. ഡിപ്പെൻസ്. അതാ പറഞ്ഞത് കൺസ്ട്രെയിൻസ് ക്യാൻ ആഫ്റ്റർ വൺ ടാസ്ക് മസ്റ്റ് ഒക്കർ ബിഫോർ. നോ, വീൽ മസ്റ്റ് ബി ഇൻസ്റ്റാൾഡ് ബിഫോർ ദി കപ്പ് ക്യാപ്പ് ഇസ് പുട്ട് ഓൺ. ഇത് ഓൺ ചെയ്യുന്ന മുമ്പ്, അതായത് കപ്പ് ക്യാപ്പ് ഇടുന്ന മുമ്പ് എന്ത് ചെയ്യണം? വീലിന് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെയാണ് സോ മെനി ടാസ്കുകൾ. ഞാൻ പറയാം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വേറെ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ വീട് പണി, നമ്മുടെ എന്താ പറയാ, വീടുണ്ടാക്കി വയ്ക്കാം. നിങ്ങൾ കെട്ടിടക്കാർ വന്നിട്ട് പറയും, നമുക്ക് കല്ല് കെട്ടാൻ തുടങ്ങാം, അല്ലെങ്കിൽ കാർപ്പറ്റ് വന്നിട്ട് നമുക്ക് വാതിലൊക്കെ ഉണ്ടാക്കാം. ആദ്യം ബിൽഡിങ്ങേ കെട്ടാൻ തുടങ്ങിയിട്ടില്ല, ഫൗണ്ടേഷൻ കെട്ടാൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴേ നമ്മൾ കാർപ്പറ്റ് വിളിച്ചു കൊണ്ടുപോകുന്ന കാര്യമില്ല. ശരി, വേറെ ആൾ പറയും, സാർ നമുക്ക് ഇലക്ട്രിസിറ്റി വർക്ക് തുടങ്ങാം. ഇലക്ട്രിക് വർക്ക്, ഇലക്ട്രീഷ്യൻ വിളിക്കുകയാണ്. നമുക്ക് വീടിന് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി എല്ലാം മറ്റേ പൈപ്പും മറ്റേ ബോർഡൊക്കെ കണക്ട് ചെയ്യാം. ആദ്യം വീട് കെട്ടണ്ടേ? അത് കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. അതാണ് ഫൗണ്ടേഷൻ ആദ്യം കഴിയണം. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ജനൽ വെക്കണം, പിന്നെ വാതിൽ വെക്കണം, പിന്നെ സൺഷെയ്ഡ് ഇടണം, പിന്നെ മൊത്തം കെട്ടിയിട്ട് വേണം മൊത്തം വാർക്കണമെങ്കിൽ, അല്ലേ? അപ്പൊ ഇതൊക്കെ ഓരോ ഇത് ആ ഒരു എക്സാമ്പിൾ പറയുന്നു. ഇത് വേറെ എക്സാമ്പിൾ. അപ്പോൾ ഇതൊരു CSPയുടെ ഒരു വൺ ഓഫ് ദി സെക്കൻഡ് എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിൾ ഓൾറെഡി കഴിഞ്ഞു, ഗ്രാം മാപ്പ് കളറിങ്. ഓക്കെ, ഇനി നമ്മൾ പ്രിസിഡൻസ് കൺസ്ട്രെയിൻസ് വെൻ എ ടാസ്ക്. അപ്പോൾ ഇവിടെ പ്രിസിഡൻസ് കൺസ്ട്രെയിൻസ്, ഒരു ടാസ്ക് മസ്റ്റ് ഒക്കർ ബിഫോർ ടാസ്ക് 2. ടാസ്ക് 1 ടേക്സ് ഡ്യൂറേഷൻ. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു എന്താ പറയാ, കാർപ്പന്റെ ജോലി. കാർപ്പന്റ് നമ്മൾ വിളിക്കുന്ന മുമ്പ് ആദ്യം കെട്ടിടം എന്താ ബേസ് ഫൗണ്ടേഷൻ തറാം, അല്ലെ? ഫൗണ്ടേഷൻ കെട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് 15 ദിവസം ഒരു ഡ്യൂറേഷൻ വെക്കണം, വെള്ളം കഴുകി, എന്നിട്ടാണ് മെല്ലെ കെട്ടാൻ തുടങ്ങി, പിന്നെയാണ് നമ്മൾ വാതിലൊക്കെ വെക്കുന്നത്, അല്ലേ? അപ്പോ ആ ടാസ്ക് കഴിയാൻ എത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ എത്ര മിനിറ്റ് കഴിയും? ഇപ്പൊ നമ്മുടെ വീലിന്റെ അസംബ്ലി, കാറിന്റെ അസംബ്ലി കണ്ടില്ലേ, ആ മെറ്റൽ റെഡിയാക്കാൻ തന്നെ ഒരു സമയം എടുക്കുമല്ലോ. അപ്പൊ T1 പ്ലസ് D1, ആ T1 എടുക്കുന്ന ഒരു ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേ ഈ T2 അടുത്ത ടാസ്ക് തുടങ്ങാൻ പാടുള്ളൂ. അതെ, T2 തുടങ്ങണമെങ്കിൽ ആദ്യം T1 മസ്റ്റ് ഒക്കർ. അതൊരു ടൈം ഉണ്ടാവും. അപ്പോൾ ഈ T2 തുടങ്ങുന്ന മുമ്പ് എന്ത് ചെയ്യണം? T1 തുടങ്ങും വേണം. അയാൾ എത്ര നേരം വർക്ക് ചെയ്തു അതും കൂടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ OSലെ ടോപ്പിക് പോലെ. ഓക്കെ, ഇനി നമ്മൾ അപ്പൊ ഇവിടെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അടാ, ആദ്യം ആക്സിലുണ്ട്, കുറെ എക്സാമ്പിൾസ്. ആക്സിൽ എ, ആക്സിൽ വീലപ്പ്, വീലപ്പ്, റൈറ്റ് സൈഡ് ലപ്പ്, അല്ലെ? 4 സൈഡ് ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡ് വീല്, റൈറ്റ് സൈഡ് വീല്, അങ്ങനെ നട്സ്, കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കണ്ട, ജസ്റ്റ് നോക്കുക. 15 ടാസ്ക് ഉണ്ട്, കാരണം 15 ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 കാണാം. 15 ടാസ്ക് ഉണ്ട്. അതിൽ ആദ്യം ആരാണ് ഇൻസ്റ്റാൾ ചെയ്യുക? ആക്സ് ആണ് ആദ്യം. ആക്സിന്റെ F അത് 10 മിനിറ്റ് സമയം, എന്നിട്ട് വീൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറെ റൂൾസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്ജങ്ക്റ്റീവ് കൺസ്ട്രെയിന്റ്, അതും കൂടി നമ്മൾ കഴിഞ്ഞ് നിർത്താം. ഡിസ്ജങ്ക്റ്റീവ് കൺസ്ട്രെയിന്റ് ഒന്നുമില്ല, നമ്മൾ പറഞ്ഞില്ലേ. ഡിസ്ജങ്ക്റ്റീവ് കൺസ്ട്രെയിന്റ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ടാസ്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ y ഈക്വൽ ടു, നോക്കൂ, ഒരു മാത്സിന്റെ കേസ് എടുക്കാം. y ഈക്വൽ ടു 2x. അപ്പോൾ എനിക്ക് വൈയുടെ വാല്യൂ തന്നെ ആദ്യം തന്നെ വൈയുടെ വാല്യൂ പിടിക്കാൻ പറ്റുമോ? വൈയുടെ വാല്യൂ എഴുതണമെങ്കിൽ ആദ്യം എക്സിന്റെ വാല്യൂ എന്താണോ അതിൽ നിന്നും ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ വൈയിൽ കിട്ടുള്ളൂ. മനസ്സിലായി? ഇപ്പൊ നേരെ മറിച്ച് നമ്മൾ പറയുന്നത്
y പ്ലസ് എന്താ പറയുക, y ഈക്വൽ ടു 2x പ്ലസ് 3 പ്ലസ് 2. ഇപ്പൊ എക്സ് ഞാൻ വാല്യൂ കൊടുത്തു. അപ്പോൾ ഇതും പാരലൽ നടക്കും. 3+2 കാരണം എക്സ് ഇവിടെ വരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെയും ട്രൈ ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ എന്താകുമ്പോൾ എക്സ് നമ്മൾ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. അത് 2 × 4 ആയിരിക്കും. 2 ആയിരിക്കും. 2 × 2 4, 3+2 5. അതായത് ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, ഇയാൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. പാരലലി നടക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നത് ഇപ്പൊ 4 വീൽ, 4 വീൽ. അപ്പൊ അയാൾ പറയുന്നത് എടാ ലെഫ്റ്റ് സൈഡ് വീൽ ആദ്യം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് നീ അപ്പുറത്തെ വീല്. പറ്റില്ല. ആ 2 സൈഡത്തെ വീലും അറ്റ് എ ടൈം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ഈ ടയർ മറ്റേ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായോ? ഇപ്പൊ നമ്മള് കീബോർഡ് കണക്ട് ചെയ്യുന്നു, ഒപ്പം മൗസും കണക്ട് ചെയ്യുന്നു. കീബോർഡ് മൗസ് എന്താണ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുകൊണ്ട് പറയുന്നത് കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കീബോർഡ് കണക്ട് ചെയ്തിട്ടേ മൗസ് കണക്ട് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ പറയുന്നുണ്ടോ? അപ്പൊ ആ ഡിസ്റ്റിങ്ക്റ്റിന് ഇത്രേ ഉള്ളൂ. പാരലൽ ടാസ്ക് ചെയ്യാം എന്നാണ് അവിടെ പറയുന്നത്. ഏത് വൺ കംസ് ഫസ്റ്റ് ഓർ അതർ ഡസ്. ഒന്നിനും ഇതാദ്യം ചെയ്യാം, ഇല്ലെങ്കിൽ ഇതാദ്യം ചെയ്യാം. നോട്ട് ഓവർലാപ്പ്. ഓവർലാപ്പ് മസ്റ്റ് നോട്ട് ഓവർലാപ്പ് ആകാൻ പാടില്ല. അതായത് ഈ ടയർ വെച്ച സമയത്ത് ഈ ടയർ വെക്കാം, ഇതുകൊണ്ട് എന്തെങ്കിലും ഓവർലാപ്പ് ആവുമോ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ആവുമോ? ഇല്ല. അത്രേ ഉള്ളൂ. കാരണം അതാണ് പറയുന്നത്. ദേ ഹാവ് ടു ഷെയർ വൺ ടൂൾ ദാറ്റ് ഹെൽപ്സ്. അതാണ് പറയുന്നത്. ടയർ രണ്ട് സൈഡത്തും ടയർ കണക്ട് ചെയ്യുന്ന ആ ഒരൊറ്റ ടൂൾ വെച്ചിട്ടില്ലേ നിങ്ങൾ കാർ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ കണ്ടില്ലേ, ഈ ലെഫ്റ്റ് സൈഡത്തെ ടയറും ഈ സൈഡ് ടയറും ഒരൊറ്റ എന്താ പറയുക മെറ്റൽ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റൽ എന്താണ് ഈ രണ്ട് ടയറും ഒരാൾ ഇവിടെ ഷെയർ ചെയ്യുന്നു, ഒരാൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും വേണം, അങ്ങനെ തന്നെ വേണം. അതാണ് ഡിസ്റ്റിങ്ക്റ്റീവ് കൺസ്ട്രെയിന്റ്. ഇനി നമ്മൾ അടുത്താണ് അപ്പൊ അതേപോലെ ഓരോ വേരിയബിളിലും വി ആഡ് എ കൺസ്ട്രെയിന്റ് എക്സ് പ്ലസ് ഡി എക്സ് അങ്ങനെ കണ്ട. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നത് ഹോൾ അസംബ്ലി കണ്ട. അങ്ങനെ ഒരു റിക്കമെന്റിൽ ഇപ്പൊ 1 മണിക്കൂർ ചെയ്യേണ്ട പണി 30 മിനിറ്റ് കൊണ്ട് കഴിക്കാം. കാരണം പാരലലി ചില ടാസ്ക് പാരലലി ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഡിസ്റ്റിങ്ക്റ്റീവ് കൺസ്ട്രെയിന്റ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പണി ലാഭം ചെയ്യാം. ഇപ്പൊ വീട് പണി തന്നെ നോക്കൂ. പണ്ടത്തെ നിങ്ങളെ പാരന്റ്സിനോട് ചോദിച്ചു നോക്കൂ. അവരൊക്കെ ഒരു വീട് കിട്ടാൻ 1 വർഷം. സാധാരണ ഒരു വീട് ഒരു 1 BHK, ഒരു ഹോളും ഒരു കിച്ചണും ഒരു ബെഡ്റൂമും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ തന്നെ എത്ര സമയം എടുത്താൽ. ഇപ്പോഴൊക്കെ ആണെങ്കിലോ 6 മാസം കൊണ്ട് തന്നെ പണി തീർക്കും. കാരണം അതിനുള്ളൊരു ടൂൾസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അതാണ് വേരിയബിൾസ് ഓൺ ദി CSP ഫോർമൻസ്. ഇനി വേരിയബിൾസ് ഞാൻ പറഞ്ഞില്ലേ 3 വേരിയബിൾസ് ഉണ്ട് വന്നില്ലേ, 3 എലിമെന്റ്സ് ഉണ്ട് വന്നില്ലേ. ഒന്ന് വേരിയബിൾസ്, പിന്നെ രണ്ടാമത്തെ ഡൊമൈൻസ്, മൂന്നാമത്തെ എന്തായിരുന്നു കൺസ്ട്രെയിൻസ്. അതിൽ നമ്മൾ ഇനി വേരിയബിൾസ് കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം, അടുത്ത സെഷനിൽ പറയാം. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്. രാകേഷ് സർ, ബൈ.